ഹായ് ഓൾ, എല്ലാവർക്കും ജെഫ്സ് കുക്കിങ്ങിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് സദ്യയുടെ കൂടെയും ഊണിൻ്റെ കൂടെയും സൈഡ് ഡിഷായിട്ട് വിളമ്പുന്ന ഇഞ്ചിക്കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. വളരെ എളുപ്പത്തിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സായിട്ടാണ് ഞാനിവിടെ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ഇതുപോലെ തന്നെ ഒന്ന് ചെയ്ത് നോക്കുക. ഇനി നമുക്ക് കുക്കിങ്ങിലോട്ട് കിടക്കാം. ഇതിനായി എടുത്തേക്കുന്നത് 400 ഗ്രാം ഇഞ്ചിയാണ്. അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് നല്ലപോലെ ക്ലീൻ ചെയ്തതിന് ശേഷം വളരെ ചെറുതായിട്ട് ഇതുപോലെ കൊത്തിയരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതിന് ആവശ്യമായത് 2 ടേബിൾ സ്പൂൺ ശർക്കര, 1/2 ടീസ്പൂൺ ഉലുവാപ്പൊടി, 3 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടീസ്പൂൺ കടുക്, ഉണക്കമുളക് ചെറുതായിട്ട് അരിഞ്ഞത് 2 എണ്ണം, പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് 4 എണ്ണം, അതുപോലെ തന്നെ വാളംപുളി ഒരു ചെറുനാരങ്ങ വലിപ്പത്തിലുള്ളതാണ്. അത് 1/2 കപ്പ് ചെറു ചൂട് വെള്ളത്തിൽ കുറച്ചു നേരം ഇട്ട് വെക്കുക. വാളംപുളി ഇതുപോലെ ഒന്ന് കൈവച്ച് നല്ലപോലെ ഞെരടി മാറ്റി വെക്കുക. ഇനി ചെയ്യേണ്ടത് ഒരു ചൂടായ പാനിലേക്ക് 1/4 കപ്പ് വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നതിന് ശേഷം നമ്മൾ നേരത്തെ കൊത്തിയരിഞ്ഞ് വെച്ചിരിക്കുന്ന ഇഞ്ചിയെല്ലാം ചേർത്ത് നല്ലപോലെ ഫ്രൈ ചെയ്തെടുക്കുക. മീഡിയം ഫ്ലെയിമിൽ വെച്ചാണ് ഫ്രൈ ചെയ്യുന്നത്. അതായത് നല്ല ബ്രൗണിഷ് കളർ വന്ന് നല്ല ക്രിസ്പായി വരുന്നത് വരെ ഫ്രൈ ചെയ്യുക. ഏകദേശം 10 മുതൽ 15 മിനിറ്റ് വരെ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുത്ത് തന്നെ ഫ്രൈ ചെയ്യണം. ഇപ്പം നല്ല ബ്രൗൺ കളറായി നല്ല പോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫാക്കിയതിന് ശേഷം ഇഞ്ചിയെല്ലാം ഇതുപോലെ ഒരു സൈഡിലോട്ട് മാറ്റി വെക്കുക. ഇങ്ങനെ ചെയ്യുന്നത് എണ്ണ ഇതുപോലെ ഊർന്ന് വരാൻ വേണ്ടിയാണ്. 4 മുതൽ 5 മിനിറ്റ് വരെ ഇങ്ങനെ വെച്ച് കഴിയുമ്പം എണ്ണയെല്ലാം ഇതുപോലെ ഊർന്ന് വരികയും ചെയ്യും. ആ സമയത്ത് ഇഞ്ചിയും അത്യാവശ്യം തണുത്ത് വരും. അപ്പം ഇതുപോലെ എണ്ണയെല്ലാം ഊർന്ന് വന്നതിന് ശേഷം ഇഞ്ചി കോരി മാറ്റാവുന്നതാണ്. നേരത്തെ കോരി മാറ്റിയ ഇഞ്ചി ഇപ്പം നല്ലപോലെ തണുത്തിട്ടുണ്ട്. ഈ സമയത്ത് ഇഞ്ചി നല്ലപോലെ ഒന്ന് പൊടിച്ചെടുക്കണം. വേണമെങ്കിൽ നമുക്ക് കൈവച്ച് തന്നെ ഞെരടി പൊടിച്ചെടുക്കാവുന്നതാണ്. ഇവിടെ ഞാനിപ്പോൾ ചെയ്യുന്നത് മിക്സിയുടെ ജാറിൽ പൊടിച്ചെടുക്കുകയാണ്. അപ്പം നല്ല ഫൈനായിട്ട് നമുക്ക് പൊടിച്ചെടുക്കാൻ പറ്റും. ഇനി നേരത്തെ ബാക്കി എണ്ണയിൽ തന്നെ ബാക്കിയെല്ലാം ചെയ്തെടുക്കാം. എണ്ണ നല്ലപോലെ ചൂടായതിന് ശേഷം 1 ടീസ്പൂൺ കടുക് ഇടുക. കടുക് ഇതുപോലെ നല്ലപോലെ പൊട്ടി വന്നതിന് ശേഷം നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന ഉണക്കമുളകും പച്ചമുളകും അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് മീഡിയം ഫ്ലെയിമിൽ നല്ലപോലെ ഫ്രൈ ചെയ്തെടുക്കണം. അതായത് പച്ചമുളകിൻ്റെ നിറമെല്ലാം മാറി ഒരു ഗോൾഡൻ ബ്രൗൺ ആയി വരുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കുക. മീഡിയം ഫ്ലെയിമിൽ വെച്ച് തന്നെ ഫ്രൈ ചെയ്തെടുക്കുക. ഹൈ ഫ്ലെയിം വെച്ച് കഴിഞ്ഞാൽ കരിഞ്ഞു പോവും. ഇപ്പോൾ പച്ചമുളകിൻ്റെ നിറമെല്ലാം മാറി നല്ലപോലെ ഫ്രൈ ആയി ഒരു ഗോൾഡൻ ബ്രൗൺ ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉലുവാപ്പൊടിയും 3 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടെ ചേർത്ത് മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇതിൻ്റെ പച്ചമണം മാറുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കുക. കൂടുതലൊന്നും വേണ്ട, ഏകദേശം 1 മിനിറ്റ് വഴറ്റിയാൽ മതിയാവും. ഇനി നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന പുളിവെള്ളം ഇതുപോലെ ഒന്ന് അരിച്ച് ഒഴിക്കുക. ഇനി എല്ലാം കൂടെ നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഏകദേശം 1 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കുക. ഇവിടെ നമ്മൾ എല്ലാം ചെയ്യുന്നത് മീഡിയം ഫ്ലെയിമിൽ വെച്ച് തന്നെയാണ്. ഒരു കാരണവശാലും ഹൈ ഫ്ലെയിമിലോട്ട് മാറ്റരുത്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്യുക. അതിനുശേഷം 2 ടേബിൾ സ്പൂൺ ശർക്കരയും കൂടെ ചേർത്ത് എല്ലാം കൂടെ നല്ലപോലെ ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ നേരത്തെ പൊടിച്ചു വെച്ചിരിക്കുന്ന ഇഞ്ചിയും കൂടെ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് തിളപ്പിച്ച് കുറുക്കിയെടുക്കുക. ഇവിടെ നമ്മൾ നല്ല തിക്കായിട്ടുള്ള ഇഞ്ചിക്കറിയാണ് ഉണ്ടാക്കുന്നത്. ഇച്ചിരി ലൂസായിട്ടുള്ളതാണെങ്കിൽ കുറച്ചും കൂടെ വെള്ളം ചേർക്കാവുന്നതാണ്. ചില ഇഞ്ചിക്ക് എരിവ് നല്ലപോലെ കൂടുതലായിരിക്കും, അതുപോലെ തന്നെ പച്ചമുളകിനും എരിവ് കൂടുതലായിരിക്കും. അങ്ങനെ എരിവ് കൂടുതലൊന്നും തോന്നിക്കഴിഞ്ഞാൽ കുറച്ചും കൂടെ ശർക്കര ചേർത്ത് ഈ എരിവൊന്ന് നമുക്ക് ബാലൻസ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇഞ്ചിക്കറി പല രീതിയിൽ ഉണ്ടാക്കി കണ്ടിട്ടുണ്ട്. ചിലവർ ഇതിൽ മല്ലിപ്പൊടി ചേർത്ത് കണ്ടിട്ടുണ്ട്, അതുപോലെ തന്നെ ചെറിയ ഉള്ളി ചേർത്ത് കണ്ടിട്ടുണ്ട്. ഞാൻ കേട്ടേക്കുന്നത് സദ്യയ്ക്ക് വെക്കുന്ന ഇഞ്ചിക്കറിക്ക് ചെറിയ ഉള്ളി ചേർക്കാറില്ലെന്നാണ്. ഇഞ്ചിക്കറി എപ്പോഴും ഉണ്ടാക്കിയതിന് ശേഷം 1-2 ദിവസം കഴിഞ്ഞ് എടുക്കുന്നതായിരിക്കും നല്ലത്. ആ സമയത്ത് ഇതിലെ ഉപ്പും പുളിയും എരിവും മധുരവും എല്ലാം കൂടെ നല്ല രീതിയിലൊന്ന് ബാലൻസായി കിട്ടും. അതുപോലെ തന്നെ നല്ല എയർ ടൈറ്റ് കണ്ടെയ്നറിൽ ഒട്ടും വെട്ടമില്ലാത്ത സ്ഥലത്ത് വെച്ച് കഴിഞ്ഞാൽ 1 ആഴ്ച മുതൽ 2 ആഴ്ച വരെ ഒരു കേടും കൂടാതെ സൂക്ഷിച്ച് വെക്കാവുന്നതാണ്. കൂടുതൽ ടൈം വെക്കണമെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ച് നമുക്ക് സൂക്ഷിക്കാവുന്നതാണ്. എല്ലാവർക്കും അറിയാമല്ലോ, ഇഞ്ചിക്കറി സദ്യയിലൊരു പ്രധാന ഐറ്റമാണെന്ന്. ഇത് പറയുന്നത് ഹെവി ആയിട്ടുള്ളൊരു സദ്യ കഴിച്ചു കഴിയുമ്പം അതിൻ്റെ കൂടെ ഇഞ്ചിക്കറിയും കൂടെ ഉണ്ടെങ്കിൽ അത് ദഹനത്തിന് നല്ല രീതിയിൽ സഹായിക്കുമെന്നാണ്. ഏകദേശം 10 മിനിറ്റ് ആയിട്ടുണ്ട് ഇതുപോലെ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുത്ത് തുടങ്ങിയിട്ട്.
ഇതിപ്പോൾ നല്ലപോലെ കുറുകി ഇഞ്ചിക്കറി റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫാക്കി തണുത്തതിന് ശേഷം നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ എല്ലാവരും ഇതുപോലെ തന്നെ ഒന്ന് ചെയ്ത് നോക്കുക. അതിനുശേഷം നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ ഇടുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.